വാക്കും വാളും ഒരേ സമയം പ്രയോഗിക്കുന്ന ട്രംപ് തന്ത്രത്തിന് ഇറാന്റെ കനത്ത തിരിച്ചടിയാണ്. 2 മാസത്തിനിടെ ഇത് 38ാമത്തെ വട്ടമാണ് സമാധാനം കൊണ്ടുവരുമെന്ന് പറയുന്നത്. ട്രംപിന്റെ നാവല്ല നിയമം എന്ന് പ്രഖ്യാപിച്ച് ഈ സമാധാന കരാർ വാർത്തകൾ ഇറാൻ പൂർണ്ണമായിട്ട് തള്ളി രംഗത്തെത്തുകയാണ്. അമേരിക്കൻ ഇറാൻ യുദ്ധത്തിൽ സമാധാന കരാർ ഉടനെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. യുദ്ധം തുടങ്ങി പല തവണയായിട്ട്, അതായത് ഈ ഒരു 2 മാസത്തിനിടെ 38 തവണയായിട്ട് സമാധാന കരാർ കൊണ്ടുവരാൻ ട്രംപ് ശ്രമിച്ചിരുന്നു, അത്തരം വാക്കുകൾ പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഫലം കണ്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ യുദ്ധം രൂക്ഷമായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും സമാധാനമുണ്ട് എന്ന് അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന് ട്രംപ് പറയുകയാണ്. യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ ഒരു സമാധാനത്തിലേക്ക് ഈ ഒരു യുദ്ധത്തെ കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് യുദ്ധം തുടങ്ങിയ സമയത്ത് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാനും ഒമാനും ഒക്കെ നിന്നിരുന്നെങ്കിലും ഈ ഒരു സമാധാനം കൊണ്ടുവരുന്ന കാര്യത്തിൽ വളരെ പരാജയമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഇപ്പോൾ ഇറാൻ ഹോർമുസ് പൂർണ്ണമായിട്ടും അടച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് വീണ്ടും ഈ സമാധാന കരാറിന്റെ കാര്യം പറഞ്ഞ് രംഗത്തെത്തുന്നത്. അതായത് ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യോമാക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ സമാധാന കരാറിനെ പറ്റി ട്രംപ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കരാർ ഒപ്പിടുമെന്ന് പ്രഖ്യാപിച്ചത്. സമാധാന കരാർ ജൂൺ 13, 14 വാരാന്ത്യത്തോടെ ഒപ്പിടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചെങ്കിലും ഇറാന്റെ പ്രധാന നിബന്ധനകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കരാർ ഉടൻ നടക്കില്ല എന്ന സൂചന നൽകുന്നുണ്ട്. കടുത്ത യുദ്ധ ഭീഷണികൾക്കിടയിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും ഹോർമുസ് കടലിടുക്കിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. വാക്കും വാളും ഒരേ സമയം പ്രയോഗിക്കുന്ന ട്രംപ് തന്ത്രത്തിന് ഇറാന്റെ കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അതായത് 2 മാസത്തിനിടെ ഇത് 38ാമത്തെ തവണയാണ് ട്രംപ് ഈ ഒരു കാര്യം പറയുന്നത്. സമാധാനം ഉടൻ ഉണ്ടാകും, ആ കരാറിൽ ഒപ്പിടും, ഇറാൻ ഇപ്പം എല്ലാത്തിനും സമീപനം പാലിച്ച് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നു എന്ന് ട്രംപ് പറയുന്നത് ഈ 2 മാസം കൊണ്ട് 38ാമത്തെ തവണയാണ്. പക്ഷേ ഇപ്പോൾ ഹോർമുസിൽ യുദ്ധം കനത്തിരിക്കെ അല്ലെങ്കിൽ രൂക്ഷമായിരിക്കെ ട്രംപ് ഈ കാര്യം പറയുമ്പോൾ ഇറാൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാവല്ല നിയമം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമാധാന കരാർ വാർത്തകൾ പൂർണ്ണമായിട്ടും തള്ളിയിരിക്കുകയാണ്. അമേരിക്കൻ ഇറാൻ യുദ്ധത്തിൽ സമാധാന കരാർ ഉടൻ ഉണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. യുദ്ധം തുടങ്ങി പല തവണയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ ഞങ്ങൾ സമാധാനം കൊണ്ടുവരും, ഇപ്പോൾ എല്ലാവരും ശാന്തരാകും, ഇറാൻ ഇപ്പോൾ ഒപ്പുവെക്കും, എല്ലാം ഫലം കണ്ടു എന്ന് പറയുന്നത്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഇതൊന്നും തന്നെ നടന്നിട്ടില്ല. ഈ ഒരു സമാധാന കരാർ കൊണ്ടുവരാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതായത് യുദ്ധം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ ഒരു വാക്ക് എന്ന് പറയുന്നത്. യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ ഈ സമാധാനം കൊണ്ടുവരാൻ ആർക്കും തന്നെ കഴിഞ്ഞില്ല. നമുക്കറിയാം, ഈ യുദ്ധത്തിൽ ഈ മധ്യസ്ഥത വഹിച്ച ഒമാനും പാകിസ്ഥാനും ഒക്കെ വലിയ രീതിയിൽ തന്നെ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീണ്ടും ഹോർമുസിൽ ഇറാൻ പൂർണ്ണമായിട്ട് അടച്ചൊരു സാഹചര്യമാണ്. അവിടെ യുദ്ധം രൂക്ഷമാവുകയാണ്. ഇതിനിടയിൽ ഈ ട്രംപ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, വ്യോമാക്രമണം നടത്തുമെന്നുള്ള ഭീഷണി ഈ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ ഉണ്ടായതിന് തൊട്ട് പിന്നാലെയാണ് ഈ സമാധാന കരാറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നതാണ്. ഈ ആഴ്ച ഇറാനുമായിട്ട് സമാധാന കരാർ ഒപ്പിടുമെന്ന് പ്രഖ്യാപിച്ചതും ഈ ഒരു രീതിയിലാണ്. അതായത് സമാധാന കരാർ ജൂൺ 13, 14 വാരാന്ത്യത്തോടെ ഒപ്പിടുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറാന്റെ കാര്യം അങ്ങനെയല്ല. ഇറാന്റെ പ്രധാന നിബന്ധനകളിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് കരാർ ഉടൻ നടക്കില്ല എന്നുള്ള സൂചന നൽകുകയാണ്. അതായത് ഇറാൻ പറയുന്നുണ്ട്, ട്രംപിന്റെ നാവല്ല നിയമം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ഇറാന്റെ നിലപാട് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് യുദ്ധത്തിന്റെ ഈ ഒരു ട്രംപ് കൊണ്ടുവരുന്ന സമാധാന കരാറിൽ തങ്ങൾ ഒപ്പിടില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുത്ത യുദ്ധഭീഷണികൾക്കിടയിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിലും ഹോർമുസ് കടലിടുക്കിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. കരാർ സംബന്ധിച്ച ട്രംപിന്റെ അവകാശവാദങ്ങളെ ഇറാൻ ഭാഗികമായിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിൽ നടന്ന മിസൈൽ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇന്ത്യൻ കപ്പലിന് നേരെയും US-ന്റെ ഈ മിസൈൽ ആക്രമണം നടന്നിരുന്നു. അവിടെ 3 നാവികർ കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലായിരിക്കുന്ന സമയത്താണ് പെടുന്നനെ ഒരു സമാധാന കരാർ വീണ്ടും ട്രംപ് കൊണ്ടുവരുന്നത്. പക്ഷെ അത് എത്രത്തോളം ഫലം കാണുമെന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം ഇറാൻ ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഒരു വശത്ത് ഇടിമുഴക്കത്തോടെ സൈനിക ഭീഷണി മുഴക്കുകയും മറുവശത്ത് ഒരൊറ്റ നിമിഷം കൊണ്ട് സമാധാന ദൂതനായിട്ട് വേഷം മാറുകയും ചെയ്യുന്ന
ട്രംപിന്റെ ഒരു ഇരട്ടത്താപ്പ് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് പറഞ്ഞ വാക്കിന് ട്രംപ് ഇതുവരെ വില കൽപ്പിച്ചിട്ടില്ല എന്നതാണ്. അമേരിക്ക, ഇസ്രയേൽ എന്നിവർക്ക് പുറമെ സൗദി അറേബ്യ, UAE, ഖത്തർ, തുർക്കി, പാകിസ്ഥാൻ, ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തിയാണ് നയതന്ത്ര ചർച്ചകൾ പൂർത്തിയാക്കിയത് എന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ കരാർ ഒപ്പുവെക്കും വരെ ഇറാന്റെ മേലുള്ള നാവിക ഉപരോധം കൂടുതൽ ശക്തമായി തന്നെ തുടരുമെന്ന പ്രഖ്യാപനം ഈ ഒരു സമാധാന നീക്കങ്ങൾക്ക് പിന്നാലെ അമേരിക്കൻ താല്പര്യങ്ങളെയും സംശയത്തിന്റെ നിഴലിലാക്കുന്നുണ്ട്. സമാധാനം പറയുന്നതിനിടയിലും ഉപരോധത്തിന്റെ ചങ്ങലകൾ മുറുകുന്ന ട്രംപിന്റെ ശൈലി ഇറാനെ ഒരു കരാറിലേക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുവരാനുള്ള അവസാനത്തെ അടവാണോ അതോ സ്വന്തം യുദ്ധക്കൊതിയെ മറയ്ക്കാനുള്ള ഒരു താൽക്കാലിക തന്ത്രമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും ഈ കരാറിന്റെ തീയതിയും സ്ഥലവും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന ട്രംപ് ലോകത്തെ ഒരു വലിയ യുദ്ധഭീഷണിയിൽ നിന്നും രക്ഷിച്ചു എന്ന അവകാശവാദമായിട്ടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പട നയിക്കാൻ പുറപ്പെട്ട് യുദ്ധക്കളത്തിൽ നിന്ന് പതുങ്ങി പിന്മാറിയ ട്രംപിന്റെ ഈ ഒരു ശൈലി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പരിഹാസങ്ങൾക്കും ചോദ്യങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ആക്രമിക്കാൻ ആയുധങ്ങൾ മിനുക്കുകയും മറുഭാഗത്ത് സമാധാനത്തിന്റെ കരാറുകൾ എഴുതുകയും ചെയ്യുന്ന ഈ ഒരു വൈരുദ്ധ്യം ട്രംപിന്റെ വിദേശ നയത്തിന്റെ അസ്ഥിരതയാണ് തുറന്നു കാട്ടുന്നത്. ആഗോള ശക്തികളുടെ കളിപ്പാവയായിട്ട് മാറുന്ന ഈ ഒരു നയതന്ത്ര നാടകങ്ങളിൽ അന്തിമമായിട്ട് ജയിക്കുന്നത് സമാധാനമാണോ അതോ അമേരിക്കയുടെ രാഷ്ട്രീയ താല്പര്യങ്ങളോ എന്നത് ലോകം കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ അത് കാത്തിരുന്ന് കാണേണ്ടതായിരിക്കുന്നു. എന്തായാലും ഇറാനുമായിട്ടുള്ള ചർച്ചകളിൽ അമേരിക്ക സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പും അസ്ഥിരമായിട്ടുള്ള നിലപാടുകളും ഈ പ്രക്രിയയെ സങ്കീർണമാക്കുകയാണെന്നാണ് വാഗ്ദാവ് ഇസ്മായിൽ ബഖായി തുറന്നടിച്ചത്. നല്ല വിശ്വാസത്തോടെ നയതന്ത്ര ചർച്ചകളിൽ പങ്കെടുത്ത ഇറാന് മേൽ വീണ്ടും യുക്തിരഹിതമായിട്ടുള്ള വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ നയതന്ത്ര വേദികളായാലും കളത്തിലായാലും നിയമവിരുദ്ധമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് ഒരു കാരണവശാലും കീഴ്പ്പെടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഇറാന്റെ പ്രഖ്യാപനം ഏത് വലിയ ശക്തിക്ക് മുന്നിലും തല കുനിക്കാത്ത അവരുടെ ആർജവത്തെയാണ് ഇത് വിളിച്ചോതുന്നത്. ട്രംപിന്റെ ഇത്തരം ഭീഷണികളും കള്ളപ്രചാരണങ്ങളും ഇറാന്റെ ആത്മവിശ്വാസത്തെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്നും പകരം സ്വന്തം നിലപാടുകളിൽ അവർ കൂടുതൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുമാണ് ഈ പ്രതികരണങ്ങൾ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഇനി ഈ നയതന്ത്ര കളിയിൽ ട്രംപ് ഒടുവിൽ സ്വന്തം ഗണിയിൽ തന്നെ വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കരാർ ഒപ്പുവെക്കാൻ തിടുക്കം കാട്ടുന്ന ട്രംപ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ താൻ വലിയൊരു വിജയിയാണെന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ പാളിപ്പോവുകയാണ്. ഇറാൻ ഔദ്യോഗികമായിട്ട് ധാരണ പ്രഖ്യാപിക്കുന്നത് വരെ ട്രംപിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ വെറും ജലരേഖയായിട്ട് മാത്രം കണ്ടാൽ മതിയെന്ന ഇറാന്റെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമില്ലാതെ കാര്യങ്ങൾ വിളച്ചൊടിക്കുന്ന ട്രംപിന്റെ ഈ ഒരു ശൈലി അവസാനിപ്പിക്കാത്ത കാലത്തോളം ഈ നയതന്ത്ര പ്രക്രിയ ഒരു പ്രഹസനമായിട്ട് തന്നെ തുടരും. വാസ്തവത്തിൽ ചർച്ചകളിലെ പിഴവ് ട്രംപിന്റെ വാക്കുകളിലെ വൈരുദ്ധ്യമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. US നടത്തിയ പുതിയ വ്യോമാക്രമണങ്ങൾക്ക് പ്രതികാരമായിട്ട് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യം ഇറാൻ പ്രഖ്യാപിച്ചത്. എന്തായാലും ഈ പാതയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്ന ഏത് കപ്പലിന് നേരെയും ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇറാന്റെ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച 2 കപ്പലുകളെ ഇറാൻ സൈന്യം ആക്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് ഈ സമാധാന കരാർ ഉടൻ ഉണ്ടാകും, സമാധാനം ഉണ്ടാകും എന്നുള്ളത്. അതേസമയം തന്നെ ഇറാന്റെ ഈ ഒരു എണ്ണക്കടത്ത് തടയാൻ US സൈന്യവും ഈ ഒരു മേഖലകളിൽ കപ്പലുകളെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് മറുവശത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വശത്ത് സമാധാനം കൊണ്ടുവരുന്നു, മറുവശത്ത് ഈ ഹോർമുസിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ഈ സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴാണ് ഈ ഹോർമുസിലെ സ്ഥിതി ഇങ്ങനെയാവുന്നത്. അതായത് അവിടുത്തെ കടലിടുക്കിൽ യുദ്ധം ശക്തമായിട്ട് തുടരുന്നത്. ഇറാനിൽ നിന്നുള്ള എണ്ണക്കടത്ത് തടയാൻ US സൈന്യം ചരക്ക് കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ MT സെറ്റാബെല്ല എന്ന് പറയുന്ന ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അവിടെ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യൻ ജീവനക്കാരുമായിട്ടുള്ള 2 ചരക്ക് കപ്പലുകൾക്ക് നേരെയും US സൈന്യം ആക്രമണം നടത്തിയതായിട്ടുള്ള കാര്യങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട്. ഇതിനിടയിലാണ് സമാധാനം കൊണ്ടുവരുന്നത്. പക്ഷെ അത് നടക്കില്ല എന്നുള്ളതാണ്. ഇറാനുമായിട്ട് സമാധാന കരാർ ഈ ആഴ്ച ഒപ്പിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്
ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും അതിലൊരു വിട്ടുവീഴ്ചയുമില്ലാതെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇറാൻ തൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലൊക്കെ ഒപ്പുവെച്ചതിന് ശേഷമേ, അതായത് ലെബനാനിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തണം, ഞങ്ങളുടെ ആസ്തികൾ വിട്ടുകിട്ടണം, ഇങ്ങനെയുള്ള അവരുടെ കാര്യങ്ങൾക്ക് ഉറപ്പും ആ ഒരു കാര്യങ്ങൾ പാലിച്ചാൽ മാത്രമേ ഈ കരാറിൽ ഒപ്പുവെക്കുകയുള്ളൂ എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇറാൻ ഇപ്പോൾ ഈ ട്രംപ് പറയുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കാത്തത്. പിന്നെ ഈ ട്രംപ് എന്ന് പറയുന്നത് ഒരു ഇരട്ടത്താപ്പാണ്. പലതവണ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ 2 മാസത്തിനിടയിൽ 38 തവണയാണ് ട്രംപ് ഈ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷെ അത് നടപ്പിലാക്കാൻ ട്രംപിനെ കൊണ്ട് കഴിയുന്നില്ല എന്നതാണ്. എന്തായാലും കരാർ അന്തിമഘട്ടത്തിലാണെന്ന് യൂറോപ്പിൽ വെച്ചായിരിക്കും കരാർ ഒപ്പിടുകയെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. കരാറിന് ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ അംഗീകാരം ലഭിച്ചതായിട്ട് ട്രംപ് അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇത് വളരെ രസകരമാണ് ഇത് കേൾക്കുമ്പോൾ. കാരണം ഇറാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ ട്രംപ് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഏറ്റവും വലിയൊരു കള്ളൻ എന്നൊരു പേര് കൂടി ട്രംപിന് വീഴുകയാണ്. ചർച്ചകളിലെ പുരോഗതി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇറാൻ ആക്രമണത്തിൽ നിന്ന് ട്രംപ് പിന്മാറിയിരുന്നു. ആണവായുധം ഉണ്ടാക്കില്ല എന്നും ഇറാനിൽ നിന്ന് ഉറപ്പ് ലഭിച്ചെന്നും കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്തായാലും കരാർ ഒപ്പിടുന്നതിനായിട്ട് വൈസ് പ്രസിഡന്റ് JD വാട്സ് ആയിരിക്കും യൂറോപ്പിലേക്ക് പോകുക എന്നും ട്രംപ് പറയുന്നുണ്ട്. ഈ വൈറ്റ് ഹൗസിൽ നിന്ന് മാധ്യമ പ്രവർത്തകരുമായിട്ട് സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. അതേസമയം അമേരിക്ക അമിതമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്നും കരാറിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നുമാണ് ഇറാന്റെ പ്രതികരണം. ഞാൻ അതാണ് പറഞ്ഞ രസകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇറാൻ ഇതൊന്നും അറിയുന്നില്ല, ഇറാനുമായിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല, അവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഇറാൻ അടുത്ത യുദ്ധം എങ്ങോട്ടേക്ക് തുടക്കണം, അല്ലെങ്കിൽ അടുത്ത 21 സ്ഥലങ്ങൾ ഏതായിരിക്കണം എന്നുള്ള പ്ലാനുകൾ നടത്തുന്നതിനിടയിലാണ് ട്രംപ് ഇത്തരം കള്ളത്തരങ്ങൾ പറയുന്നത് എന്നതാണ്. എന്തായാലും കരാറിൽ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷം കാര്യങ്ങളിലും നേരത്തെ ധാരണയായെന്നും എന്നാൽ അമേരിക്ക ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു തരത്തിലും ഈ ഒരു സമാധാന കരാർ കൊണ്ടുവരാനും ഒപ്പിടാനും അവർ സമ്മതിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറയുന്നത്. എന്തായാലും ഹോർമുസ് കടലിടുക്കിലെ യുദ്ധം കാരണം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രതിസന്ധിയും ഇവിടെ വലിയ രീതിയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ ഇന്ത്യൻ നാവികരുടെ മരണത്തെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര സമ്മർദ്ദവുമാണ് ട്രംപിനെ പെട്ടെന്നുള്ള ഒരു പ്രഖ്യാപനത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് വിലയിരുത്തൽ. എന്തായാലും ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്ന ഈ ഒരു സമാധാന കരാർ പൂർണ്ണമായിട്ടും ഇറാൻ തള്ളിയിട്ടുണ്ട്.